സ്വാഗതം. ഇന്ന് നമ്മൾ ആ, കുറച്ച് പഴയ വരികളിലേക്കാണ് നോക്കുന്നത്. ഖുർആനിലെ വചനങ്ങൾ. ഉം, പക്ഷെ ഒരു രസം എന്താന്ന് വച്ചാൽ, ഇന്നത്തെ ഈ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലഘട്ടത്തിൽ പോലും ഒരു കാര്യം വിശ്വസിക്കുന്നതിന് മുൻപ് എങ്ങനെയുള്ള ചിന്താരീതി വേണമെന്നതിന് ഈ വരികൾ ഒരു വഴികാട്ടിയാവുന്നത് കാണാം. ശരിയാണ്. നമ്മൾ നോക്കുന്നത് ഖുർആനിലെ സൂറത്ത് അസ്സാഫാത്ത്, അതായത് 37-ാം അധ്യായത്തിലെ 149 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ്. അതെ. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഈ വചനങ്ങളും പിന്നെ ചിന്തയും തെളിവുകളും എന്നൊരു പൊതുവായ ആശയവുമാണ്. ഉം, ഈ വരികളിൽ എങ്ങനെയാണ് ഒരു പ്രത്യേക വാദത്തെ ചോദ്യം ചെയ്യുന്നതെന്നും അവിടെ തെളിവിനും യുക്തിക്കും എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? എന്താണ് ഈ വചനങ്ങളുടെ ഒരു പൊതു സ്വഭാവം? നമസ്കാരം. ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു സംവാദ രൂപത്തിലാണ്. ഒരു സംവാദം പോലെ. അതെ. അന്നത്തെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസം, അതായത് ദൈവത്തിന് പെൺമക്കളുണ്ട് എന്നൊരു ധാരണയെയാണ് ഇത് നേരിടുന്നത്. ഓക്കെ. പക്ഷേ വെറുതെ അത് തെറ്റാണ് എന്ന് പറയല്ല, അല്ല. മറിച്ച് ചോദ്യങ്ങളിലൂടെ ആ വാദത്തിന്റെ അടിസ്ഥാനം, അതിന്റെ യുക്തി ഇതൊക്കെ പരിശോധിക്കുകയാണ്. ഒരു തരം വിമർശനാത്മക വിശകലനം എന്ന് പറയാം. അതെ, അതായത് നേരിട്ട് ഖണ്ഡിക്കുകയല്ല, ചോദ്യങ്ങൾ ചോദിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലേ? അതെ അതെ. ആദ്യത്തെ ചോദ്യം തന്നെ വചനം 149 നോക്കൂ. എന്നാൽ അവരോട് ചോദിക്കുക, നിന്റെ രക്ഷിതാവിന് പെൺമക്കളും അവർക്ക് ആൺമക്കളുമാണോ ഉള്ളത്? ഉം, ഇതിലൊരു താരതമ്യമില്ലേ? അവർക്കിഷ്ടമില്ലാത്ത പെൺകുട്ടികളെ ദൈവത്തിന് കൊടുക്കുന്നു, അവർക്കിഷ്ടപ്പെട്ട ആൺകുട്ടികളെ അവർക്ക് വയ്ക്കുന്നു. അതിലൊരു യുക്തിയില്ലായ്മ കാണിക്കുന്നില്ലേ? ശരിയാണ്. അവിടെ അവരുടെ ഒരു സാമൂഹിക മുൻഗണന, ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം, ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഓക്കെ. അവർക്ക് താല്പര്യമില്ലാത്ത ഒന്നിനെ ദൈവത്തിലേക്ക് ചേർത്തു പറയുന്നു. അതിലൊരു അപാകത. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടി കടന്ന ചോദ്യങ്ങള് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു ആന്തരിക പൊരുത്തക്കേട് മാത്രമല്ല, അല്ല, അവരീ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും നേരിട്ടുള്ള അറിവോ മറ്റോ ഉണ്ടോ എന്നും ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. അതെ, അതാണ് പ്രധാനം. അതാണ് 150-ാം വചനത്തിൽ വരുന്നത്. അതെ. അതല്ല, അവർ സാക്ഷികളായിരിക്കെ നാം മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചുവോ? ഇത് വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. വളരെ ഡയറക്റ്റാണ്. നിങ്ങൾ ഇത് കണ്ടോ? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് തന്നെ. അതെ, ഇവിടെയാണ് ഈ തെളിവിന്റെ ആവശ്യം വളരെ ശക്തമായി വരുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള അനുഭവം, അതുപോലുള്ള എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ എന്ന ചോദ്യം, അത് ഏത് യുക്തിസഹമായ അന്വേഷണത്തിന്റെയും കാതലാണല്ലോ. ശരിയാണ്. ഊഹാപോഹങ്ങൾക്കപ്പുറം എന്ത് ബേസിസാണ് ഈ വാദത്തിന്? അതെ, അതാണ് അന്വേഷിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിച്ച ശേഷം 151, 152 വചനങ്ങളിൽ ഇതിനെ ശരിക്കും തള്ളിക്കളയുന്നുണ്ട്. ഉണ്ട്. അല്ല, തീർച്ചയായും അത് അവരുടെ കെട്ടിച്ചമയ്ക്കലുകളിൽ പെട്ടതാണ് എന്നും അവർ തീർച്ചയായും കളവു പറയുന്നവരാണ് എന്നും പറയുന്നുണ്ട്. അതായത് ഈ നേരിട്ടുള്ള അറിവോ സാക്ഷികളോ ഇല്ലാത്തതുകൊണ്ട് ഈ വാദം അടിസ്ഥാനമില്ലാത്തതാണ്, കളവാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അതെ, തെളിവില്ലായ്മ എന്നത് വെറുമൊരു കുറവല്ല, അതാ വാദത്തെ അസാധുവാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ തള്ളിക്കളയലിന് ശേഷവും ചോദ്യങ്ങൾ തുടരുകയാണ്. അത് വെറുതെ ആദ്യത്തെ വാദത്തെ നിഷേധിക്കുക എന്നതിനപ്പുറം അവരുടെ ആ ചിന്താരീതിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ശരിയാണ്. 153-ാം വചനം നോക്കൂ. ആൺമക്കളേക്കാൾ പെൺമക്കളെ അവൻ ദൈവം തെരഞ്ഞെടുത്തുവെന്നോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ യുക്തിയില്ലായ്മയിലേക്ക് തന്നെ വീണ്ടും വരുന്നു. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ദൈവത്തിൽ ആരോപിക്കുന്നതിലെ പ്രശ്നം. അതെ. എന്നിട്ട് വരുന്ന ചോദ്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. നിങ്ങൾക്കെന്ത് പറ്റി? നിങ്ങൾ എങ്ങനെയാണ് വിധി കൽപ്പിക്കുന്നത്? വചനം 154. ഇതിനെ തുടർന്ന് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വചനം 155. അതെ, ഇത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ചിന്തയുടെയും തെളിവിന്റെയും പ്രാധാന്യം നല്ല വ്യക്തമായി വരുന്നത്. ശരിയാണ്. കേൾക്കുന്നയാളോട് അല്ലെങ്കിൽ ഈ വാദം പറയുന്നവരോട് സ്വന്തം ചിന്താശേഷി ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇതൊരു വെറുമൊരു തർക്കമല്ല, ചിന്തിക്കാൻ പ്രേരിപ്പിക്കലാണ്. താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനങ്ങൾ ഒരു രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി മുന്നോട്ട് വെക്കുന്നത് പോലെ തോന്നും. എങ്ങനെയൊക്കെയാണ് ആ രീതിശാസ്ത്രം? അതായത്, 1, എന്താണ് എതിർവാദം എന്ന് വ്യക്തമാക്കുക. ഇവിടെ ദൈവത്തിന് പെൺമക്കളുണ്ട് എന്നത്. ശരി. 2, അതിന്റെ പ്രത്യക്ഷമായ തെളിവുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾ സാക്ഷിയായിരുന്നോ? 3, അതിലെ യുക്തിയെ, അതിലെ മുൻവിധികളെ ചോദ്യം ചെയ്യുക.
എന്തിനാണ് പെൺമക്കളെ തെരഞ്ഞെടുത്തത്? നിങ്ങളുടെ ഈ വിധി എങ്ങനെ ശരിയാകും? ഓക്കെ. 4. കേൾക്കുന്നയാളോട് സ്വയം ചിന്തിക്കാൻ പറയുക. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതെ. 5. ഏറ്റവും ഒടുവിൽ വളരെ വ്യക്തമായ, ശക്തമായ ഒരു തെളിവ് ആവശ്യപ്പെടുക. അതാണ് 156-ാം വചനം. അതല്ല, നിങ്ങൾക്ക് വ്യക്തമായ വല്ല പ്രമാണവും ഉണ്ടോ? ഈ വ്യക്തമായ പ്രമാണം, ആ വാക്ക് ശ്രദ്ധേയമാണ്. അതെ, സുൽത്താനും മുബീൻ. സുൽത്താനും മുബീൻ. അതിന് വെറും തെളിവ് എന്നതിനേക്കാളൊരു അധികാരം, ഒരു ശക്തി, വ്യക്തമായൊരു ന്യായീകരണം എന്നൊക്കെയുള്ളൊരർത്ഥം വരുന്നില്ലേ? തീർച്ചയായും. വെറും ഊഹാപോഹങ്ങളോ ദുർബലമായ എന്തെങ്കിലും വാദങ്ങളോ അല്ല. മറിച്ച് കാര്യകാരണ സഹിതം സ്ഥാപിക്കാൻ പറ്റുന്ന, തർക്കിക്കാൻ പറ്റാത്തൊരു അതോറിറ്റി, ഒരു തെളിവാണ് ചോദിക്കുന്നത്. ഈ സുൽത്താനും മുബീൻ എന്ന ആവശ്യം, അത് ശരിക്കും ഏതൊരു വാദത്തെയും, അത് പാരമ്പര്യമായി കിട്ടിയതാണെങ്കിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം പേർ വിശ്വസിക്കുന്നതാണെങ്കിലും, കണ്ണടച്ച് സ്വീകരിക്കുന്നതിന് മുൻപ് അതിന്റെ അടിസ്ഥാനമൊന്ന് നോക്കണം എന്നൊരു സന്ദേശം തരുന്നുണ്ട്. ശരിയാണ്. ഈ വ്യക്തമായ പ്രമാണം എന്ന ആവശ്യം, നമ്മളിപ്പോ ദിവസവും എത്രയെത്ര കാര്യങ്ങളാണ് കേൾക്കുന്നത്, വായിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ. ഒരുപാടുണ്ട്. അതെല്ലാം അതേപടി വിശ്വസിക്കുന്നതിന് മുൻപ് ഇതിനെന്താ ഉറപ്പ്, എവിടെ ഇതിന്റെ സുൽത്താനും മുബീൻ എന്ന് നമ്മളൊന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. ഈ വചനം അത് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് ഈ വാദപ്രതിവാദം അവസാനിക്കുന്നത് ഏറ്റവും ശക്തമായ ഒരൊറ്റ ആവശ്യത്തോടെയാണ്. വചനം 157. എന്നാൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥം കൊണ്ടുവരിക. ഫഅ്തൂ ബികിതാബികും ഇൻ കുൻതും സാദിഖീൻ. അതെ, നിങ്ങളുടെ ഈ വാദങ്ങൾക്ക് ആധികാരികമായ, രേഖപ്പെടുത്തിയ എന്തെങ്കിലും പിൻബലമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ എന്ന്. ഒരു മതഗ്രന്ഥം തന്നെ അതിലെ ഒരു വാദത്തെ എതിർക്കുന്നവരോട് അവരുടെ വാദത്തിന്റെ ആധികാരികത തെളിയിക്കാൻ അവരുടെ ഗ്രന്ഥം കൊണ്ടുവരാൻ പറയുന്നത് അതൊരു പ്രത്യേക രീതി തന്നെയല്ലേ? അതെ, തീർച്ചയായും. ഇവിടെ ഗ്രന്ഥം എന്നത് ഒരു പുസ്തകം തന്നെ ആകണമെന്നില്ല. ഇല്ലായിരിക്കാം. രേഖപ്പെടുത്തപ്പെട്ട ആധികാരികമായ ഏതൊരു തെളിവിനെയും അത് സൂചിപ്പിക്കാം. ശരി. ഈ അവസാനത്തെ ആവശ്യത്തിലൂടെ തെളിവിന്റെ പല രൂപങ്ങളെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടുകയാണ്. ഈ സംവാദത്തിലുടനീളം പലതരം തെളിവുകളാണ് ഒന്നുകിൽ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ അഭാവം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതൊക്കെയാണത്? 1. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യക്ഷ സാക്ഷ്യം, ഐ വിറ്റ്നസ് ടെസ്റ്റിമണി. വചനം 150-ൽ അതില്ല എന്ന് പറയുന്നു. ഓക്കെ. 2. യുക്തിപരമായ സാധുത, ലോജിക്കൽ കൺസിസ്റ്റൻസി. വചനം 149, 153, 154 ഒക്കെ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ശരി. 3. ആധികാരികമായ രേഖ അല്ലെങ്കിൽ പ്രമാണം, അതോറിറ്റേറ്റീവ് സ്ക്രിപ്ചർ അല്ലെങ്കിൽ ഡോക്യുമെന്റ്. വചനം 156-ലും 157-ലും അതാണ് ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു വാദത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ പലതരം തെളിവുകൾ നോക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തമായ, യുക്തിസഹമായ അല്ലെങ്കിൽ ആധികാരികമായ ഒരു തെളിവ് അത് നിർബന്ധമാണ് എന്നാണ്. അതെ. വെറും ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ, മുൻവിധികൾ, അതൊന്നും ഒരു വാദത്തിന് അടിസ്ഥാനമാകാൻ പാടില്ല. അപ്പോ നമ്മൾ ഈ വചനങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ശ്രോതാവിന് എന്താണ് എടുക്കാൻ പറ്റുക? തീർച്ചയായും ഇതൊരു പ്രത്യേക ദൈവശാസ്ത്ര പശ്ചാത്തലത്തിലുള്ള സംവാദമാണ്. അതെ. പക്ഷേ അതിനപ്പുറം നമ്മൾ ദിവസവും ഇടപെടുന്ന വിവരങ്ങളെയും വാദങ്ങളെയും എങ്ങനെ സമീപിക്കണമെന്നതിനെക്കുറിച്ച് ചില അടിസ്ഥാന തത്വങ്ങൾ ഇത് തരുന്നില്ലേ? തീർച്ചയായും. ഒരു വാർത്ത വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സുഹൃത്തൊരു കാര്യം പറയുമ്പോൾ, ഒരു പരസ്യം കാണുമ്പോൾ ഇതിന്റെ ഉറവിടമെന്താണ്? ഇതിലെ യുക്തി എന്താണ്? ഇതിനെ സാധൂകരിക്കാൻ എന്ത് പ്രമാണമാണുള്ളത് എന്ന് ചിന്തിക്കുന്നതൊരു ശീലമാക്കിയാൽ ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിന്നും ചിലപ്പോൾ വഞ്ചനകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ പറ്റും. തീർച്ചയായും. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ആ ചോദ്യം, വ്യക്തമായ വല്ല പ്രമാണവുമുണ്ടോ, നിങ്ങളുടെ ഗ്രന്ഥം കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ, ഇതൊക്കെ കാലാതീതമാണ്. ശരിയാണ്. 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ പശ്ചാത്തലത്തിലാണ് ഇത് പറഞ്ഞതെങ്കിലും ഇന്ന് വിവരങ്ങൾ വിരൽത്തുമ്പിൽ കിട്ടുകയും അതേ വേഗത്തിൽ തെറ്റായ വിവരങ്ങൾ പരക്കുകയും ചെയ്യുന്നൊരു കാലത്ത് ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തി കൂടുകയേ ഉള്ളൂ. അതെ. ഒരു വാട്സാപ്പ് ഫോർവേഡ് കാണുമ്പോൾ പോലും ഈ ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നത് നല്ലതാണ്. വളരെ നല്ലതാണ്. ശരിയാണ്. ഒരു കാര്യം വൈറലായതുകൊണ്ട് മാത്രം അത് സത്യമാകണമെന്നില്ലല്ലോ. ഒരിക്കലുമില്ല. അതിന്റെ പിന്നിലുള്ള തെളിവ്, യുക്തി, അതാണ് പ്രധാനം. ഈയൊരു സമീപനം ശരിക്കും ഒരുതരം ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത പരിശീലിക്കാൻ നമ്മളെ സഹായിക്കും.
സഹായിക്കും. ഒരു വാദത്തെ അന്ധമായിട്ട് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാതെ അതിനെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വളർത്താൻ ഇത് ഉപകരിക്കും. അതെ, ഈ വചനങ്ങൾ നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ പോലും അത് വെറും വൈകാരികമായ പ്രതികരണങ്ങളിലൂടെയല്ല, മറിച്ച് യുക്തിസഹമായ ചോദ്യങ്ങളിലൂടെയും തെളിവുകൾ ആവശ്യപ്പെട്ടുമാണ് ചെയ്യേണ്ടത് എന്നും ഇത് കാണിക്കുന്നുണ്ട്. സംവാദത്തിന്റെയും അന്വേഷണത്തിന്റെയും ഒരു മാതൃക. അതെ, ഒരു മാതൃക കൂടിയാണത്. അപ്പോ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഖുറാനിലെ സൂറത്ത് അസ്സാഫാത്തിലെ ഈ വചനങ്ങൾ ഒരു പ്രത്യേക വാദഗതിയെ സമീപിക്കുമ്പോൾ ചിന്തയുടെയും തെളിവിന്റെയും പ്രാധാന്യം എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ്. അതെ, വെറുതെ എതിർക്കുകയല്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് യുക്തിയെ പരിശോധിച്ച് തെളിവുകൾ ആവശ്യപ്പെട്ട് സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് ഒരു നിഗമനത്തിലെത്തുന്ന രീതി. ശരിയാണ്. സ്വയം ചിന്തിക്കാനുള്ള ആഹ്വാനം, പിന്നെ വ്യക്തമായ തെളിവുകൾ തേടാനുള്ള നിർദ്ദേശം. ഇന്നത്തെ ലോകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിവരങ്ങളുടെ കുത്തൊഴുക്കിൽ ശരിയും തെറ്റും തിരിച്ചറിയാനും കുറച്ചുകൂടി ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കാനും ഈയൊരു സമീപനം, അതായത് ചോദ്യം ചെയ്യുക, യുക്തി ഉപയോഗിക്കുക, തെളിവ് തേടുക, ചിന്തിക്കുക, ഇത് നമ്മളെയെല്ലാം സഹായിക്കും. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ചിന്ത ബാക്കി വെക്കട്ടെ. ഓക്കേ. ഈ ഖുറാൻ വചനങ്ങൾ അന്നത്തെ ആളുകളോട് അവരുടെ വാദങ്ങൾക്കടിസ്ഥാനമായ ഗ്രന്ഥം അല്ലെങ്കിൽ രേഖ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മുന്നിലൊരു വാദം വരുമ്പോൾ അത് രാഷ്ട്രീയമാവട്ടെ, സാമൂഹികമാവട്ടെ, ആരോഗ്യപരമാവട്ടെ, എന്തുമാവട്ടെ, എന്താണ് നിങ്ങൾക്ക് സ്വീകാര്യമായ തെളിവ്? നല്ല ചോദ്യം. ഏതൊരു ഉറവിടമാണ് നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി തോന്നുന്നത്? ഒരാൾ ഒരു പഠനം പറയുന്നുവെന്ന് പറയുമ്പോൾ ആ പഠനം നിങ്ങൾ വിശ്വസിക്കുമോ? അതോ അതിന്റെ മെത്തഡോളജി, അതെങ്ങനെ നടത്തി എന്നൊക്കെ നോക്കുമോ? അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ പറയുന്നുവെന്ന് കേൾക്കുമ്പോൾ ആ വിദഗ്ധന്റെ യോഗ്യത, അയാളുടെ മുൻധാരണകൾ, ഇതൊക്കെ നിങ്ങൾ പരിഗണിക്കുമോ? ഏത് തെളിവുകളെ വിശ്വസിക്കണം, ഏതിനെ സംശയത്തോടെ കാണണമെന്ന് നിങ്ങളെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും വളരെ പ്രസക്തമായ ചിന്തയാണ്.